അപ്പോൾ ഞാൻ ഇന്നതേ നമ്മുടെ ഐക്യയിലാണ് വന്നേക്കുന്നത്. ഇത് നല്ല വലിയ ഐക്യാണ് കേട്ടോ. റേസിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് പോകാൻ വെയിറ്റ് ചെയ്തിട്ടാണ്. ലെറ്റ്സ് സീ. ഇവിടെ ഐക്യയിൽ വന്നപ്പോഴേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയ പോലെ എല്ലാം വളരെ നല്ല ഭംഗിയിൽ. ഇപ്പോൾ ക്രിസ്മസ് ടൈമൊക്കെ വരുന്നതുകൊണ്ട് സൈഡിലൊക്കെ ഓരോ ക്രിസ്മസ് ട്രീ സ്റ്റാറൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ പുതിയതായിട്ട് വീട് വെക്കണവരോ അതെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഐക്യയിൽ വന്ന ഒരു കൺസെപ്റ്റോട് കൂടി നമുക്ക് സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്ത് കൊണ്ടുവരാം. ടൈനി കിച്ചൺ അത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് കിച്ചൺ. നല്ല ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. അതിനകത്ത് കുറച്ച് പാത്രങ്ങൾ, പിന്നെ ഇവിടെ സിങ്കുണ്ട്. നോക്കി നമ്മൾ സിങ്ക് കഴുകി കഴിഞ്ഞിട്ട് പാത്രങ്ങൾ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമാണ്. ക്യൂട്ടായിട്ട് ഒരു സെക്ഷൻ കോഫി ടീ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. നോക്കി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നത്തെ മെനു ഓരോ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെനൂസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കൊള്ളാം. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പുതിയതായിട്ട് വീട് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഐക്യ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു വീട് നോക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കും. സ്പേസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ഉള്ളെങ്കിൽ അവർക്കും ഒരു രസമാണ്, നമുക്കായാലും രസമാണ് ഇങ്ങനെ ഒരു എഴുതി വെക്കലും പിടിക്കുന്നത്. നല്ല കബോർഡാണോ? കബോർഡല്ല, ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജാ? ഇത്രയാ? ഫ്രിഡ്ജും ഫ്രീസേഴ്സും. വാവ്, കൊള്ളാം. കൊള്ളാലോ. നല്ല വലിയ വീടൊക്കെ പണിയണവർക്കായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഫ്രിഡ്ജ്. ഞാൻ വിചാരിച്ചത് കബോർഡാണ്. നോക്കൊന്നും തന്നെ വിചാരിക്കുന്നത് കിച്ചണിൽ ഒത്തിരി കിടക്കണ പോലെ. ഇവിടെ നിന്നൊക്കെ ഇത്രയും
നല്ല കളർ കോഡ് അനുസരിച്ച് നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാവരും പലതരം ലൈറ്റ് ഷെയ്ഡ് ആയാലും ഡാർക്ക് ഷെയ്ഡിന് വേറെ സെക്ഷൻ, അങ്ങനെ കുറേ ഇവരോട് വെച്ചിട്ടുണ്ട് കേട്ടോ. പില്ലോസ് ഇത് കുറേ ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ നിറച്ച് പില്ലോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. എത്ര റേറ്റ്? കളറിലുള്ള ഡ്യൂറ്റ്സോ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത്രേ ബാത്റൂമിൻ്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ബാത്റൂമിന് ലക്ഷറസ് ആയിട്ടും അതേപോലെ നമുക്ക് എല്ലാം വയ്ക്കാൻ പറ്റിയ കുറേ സാധനങ്ങളാണ് കേട്ടോ. കുറേ ഫർണിച്ചർ സെറ്റുകളുണ്ട് കേട്ടോ. ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചെയർ മാത്രമായിട്ടും അതുപോലെ കുറേ ആക്സസറീസ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ എന്ത് രസമായി എൻ്റെ ബാക്കിൽ കാണുന്ന ഫ്ലവേഴ്സ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ, വീടിനുള്ളിലൊക്കെ വെക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വേണോ? ഇതേതോ നല്ലത്? ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. പൊട്ടിച്ച് വയ്ക്കുമ്പോൾ അതുപോലെ ഇരിക്കും. 2 pounds. നോക്ക് ഐറ്റംസ് ഒക്കെ അതേ ഐക്കയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഐക്കയിലെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തളർന്ന് നമ്മൾ അവശതയായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഫുഡും ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ടും ഉണ്ട്. ഫുഡ് ഓർഡർ ചെയ്യാം. നമുക്ക് അവിടെ ഇവിടെ ഇരുന്ന് നല്ല സ്പേഷ്യസ് ആണ്. അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം.
എടുത്തിട്ടേ ട്രേ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് പാക്ക് ചെയ്യുന്നു വെക്കും. ട്രേ എടുത്ത് ഫസ്റ്റ് നമുക്ക് ട്രേസ് പിന്നെ നമുക്ക് ആവശ്യമുള്ള ട്രേസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾ എന്താണ് ഫുഡ് വാങ്ങുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ട്രേസ് എടുത്ത് ഇതിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞങ്ങൾ രണ്ടുപേർക്കുള്ള ഓരോരോ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ് ഇല്ലേ? ടൈം എടുക്കും. ഇങ്ങനെ നമ്മൾ ഐസ്ക്രീമിന് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ വാങ്ങിയത്. മീറ്റ് ബോൾസ് വിത്ത് ഫ്രൈസ്, പിന്നെ അതിൻ്റെ കൂടെ പീസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് വെജിറ്റബിൾ മീറ്റ് ബോള്, പിന്നെ അതിൻ്റെ കൂടെ എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കേക്കുകൾ, ചീസ് കേക്കാണ് ഇരിക്കുന്നതെല്ലാം. പിന്നെ ഒരു എക്സ്ട്രാ ഗാർലിക്ക്, പിന്നെ ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. ഞാൻ ട്രൈ ചെയ്തോ. ഫസ്റ്റ് വെജിറ്റബിളിൽ നിന്ന് മീറ്റ് ബോൾസ്. ഞാൻ അത്ര മീറ്റ് ബോൾ ഫാനല്ല, കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റ് കേക്ക് ഞാൻ പോകുന്നത്. ഫസ്റ്റ് കേക്ക് ആപ്പിൾ ചീസ് കേക്ക്. ഒരു പുളിയൊക്കെ ആയിട്ട് നല്ല ഡെയിലി ചീസ് കേക്ക്. ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് വിച്ച് കേക്ക്, സ്ട്രോബെറി വൈറ്റ് ചീസ് കേക്കാണ് തോന്നുന്നത്. ട്രൈ ചെയ്യട്ടെ. കഴിക്കുമ്പോൾ നല്ല നല്ല അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു കേക്ക്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം സ്വീറ്റൊന്നുമല്ല, ഓവർ സ്വീറ്റൊന്നുമല്ല. തിരിച്ച് നമ്മൾ കഴിച്ച് കഴിഞ്ഞ പ്ലേറ്റുകളെല്ലാം തന്നെ തിരിച്ച് നമ്മൾ ട്രേയിലൊക്കെ കയറ്റി ഡ്രിങ്ക്സും എല്ലാം നമുക്ക് ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് അവിടെ ഒരു പ്ലേസ് ഉണ്ട്, അവിടെ ഐക്കയിൽ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളത് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഐക്കയിൽ ഫുഡ് ഓൾമോസ്റ്റ് ഇപ്പം ഒരു മെനു ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 2-3 ഐറ്റംസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. പിന്നെ 2-3 ടൈപ്പ് ഓഫ് കേക്ക്, പിന്നെ ഡ്രിങ്ക്സ്
കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്, പിന്നെ കോഫി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല അഫോർഡബിൾ ആണ്, കുറച്ച് പ്രൈസസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇത്ര വാങ്ങിയതിന് ഒരു 19 പൗണ്ട് ആയിട്ടുള്ളൂ ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും. ഷോപ്പും ചെയ്യാം, ഷോപ്പ് കഴിഞ്ഞ് ടയേർഡാകുമ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ആണ് കേട്ടോ. കുറേ സ്പേസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസ് നോക്കിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.